എല്ലാവർക്കും നമസ്കാരം. എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? സുഖം തന്നെയല്ലേ? ഇന്ന് പുതിയൊരു മാറ്ററുമായിട്ടാണ് ഇപ്പം ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. കാരണം രക്ഷിതാക്കൾക്ക് മക്കളെക്കുറിച്ചിട്ടുള്ള പ്രതീക്ഷകൾ ഇല്ലാത്ത രക്ഷിതാക്കളുണ്ടാവില്ല. എല്ലാ രക്ഷിതാക്കൾക്കും നമ്മളെ മക്കളെ നമ്മൾ വളർത്തുമ്പോൾ ആ മക്കളെ കുറിച്ചിട്ടുള്ള പ്രതീക്ഷകൾ നല്ല രീതിയിലുള്ള പ്രതീക്ഷകൾ തന്നെയാണ് ഏത് രക്ഷിതാക്കൾക്കായാലും ഉണ്ടാവുക. പിന്നെ നമ്മൾ വളർന്നു വരുന്ന സാഹചര്യങ്ങൾ പല രീതിയിലും മറിയാം. എങ്കിലും കൂടിയിട്ട് ചിലപ്പോൾ നമുക്ക് സാധിക്കാത്ത നമ്മുടെ കാര്യങ്ങൾ നമ്മളെ മക്കളിൽ നിന്ന് നമുക്ക് കിട്ടണമെന്ന് വലിയൊരു ആഗ്രഹം ഉണ്ടാകും. അത് എനിക്കൊരു അനുഭവം പറയണം. നമ്മളൊരു കൂട്ടുകാരന് എന്നോട് എൻ്റെ അടുത്ത് വന്നിട്ട് ഒരു ഭയങ്കര രീതിയിലുള്ള ഒരു വിഷമത്തിൻ്റെ രീതിയിൽ എന്നോടൊരു ചെറിയൊരു കഥ പറയണ പോലെ പറഞ്ഞു. പക്ഷേ എനിക്കതൊരു ഹാർട്ട് ഫീൽ വന്നു എനിക്കത്. അപ്പോൾ ആ ഹാർട്ട് ഫീൽ വന്നപ്പോൾ എനിക്ക് തോന്നി അത് നിങ്ങളുമായിട്ട് എനിക്കൊന്ന് ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ അത് എത്രമാത്രം നിങ്ങൾക്ക് ഒരു ഹാർട്ട് ഫീൽ വരുമോ എന്നുള്ളതും കൂടി നിങ്ങളും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് അറിയാലോ അതിന് എത്രമാത്രം പ്രാധാന്യമുണ്ടെന്ന്. വേറൊന്നുമില്ല, ഇങ്ങനെ എൻ്റെ ഒരു അത്രയും വേണ്ടപ്പെട്ടിട്ടുള്ള ഒരു കൂട്ടുകാരൻ എന്നോട് പറയാണ്, എനിക്ക് വളരെ പ്രതീക്ഷയായിരുന്നു എൻ്റെ മക്കളുടെ നേരെ. മക്കളെ എനിക്ക് സാധിക്കാത്ത കാര്യങ്ങൾ എൻ്റെ മക്കളിൽ കൂടെ സാധിക്കണം എന്നുള്ളത് ആ വ്യക്തിക്ക് ഭയങ്കര ഒരു ആഗ്രഹമുള്ളതായിരുന്നു. പക്ഷേ ആ ആൾ പറയുന്നതാണ്, ഞാൻ പല രീതിയിലാണ് എൻ്റെ മക്കളെ ചെറുപ്പത്തിൽ തന്നെ എനിക്ക് എൻ്റെ ആഗ്രഹം പോലെ എൻ്റെ മക്കളെ നല്ല ആഗ്രഹങ്ങളാണ്, ശരിയായിട്ടുള്ള ആഗ്രഹങ്ങളാണ്, പൊട്ടാഗ്രഹങ്ങളൊന്നല്ല. ആ ആഗ്രഹങ്ങൾ തിങ്ക് ചെയ്തുകൊണ്ട് തന്നെ മക്കളെ വളർത്താനുള്ള രീതിയിലാണ് ഓരോരോ കാര്യങ്ങൾ അയാൾ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ തീർച്ചയായിട്ടും അയാൾക്ക് ആ വ്യക്തിയുടെ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ചിട്ട് ഒരിക്കലും ആ മക്കളിൽ നിന്നുള്ള ആ ഒരു എന്താ പറയുക കാര്യങ്ങൾ മനസ്സിലാവുന്നില്ല, ആഗ്രഹങ്ങൾ സാധിക്കുന്നില്ല. പിന്നെ നമ്മളെ മക്കളെ നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ലല്ലോ. അയാൾ പറയാണ്, എൻ്റെ മക്കളെ എനിക്ക് എങ്ങനെ കുറ്റപ്പെടുത്തുക? എനിക്ക് എൻ്റെ മക്കള് നമ്മളാഗ്രഹം സാധിച്ചില്ലെങ്കിലും അവരെ ആഗ്രഹങ്ങൾ നല്ലതായാൽ മതി, അത്രേ ഉള്ളൂ എന്നുള്ളത് പിന്നെ അങ്ങനെ പറഞ്ഞ്. അപ്പം അതുകൊണ്ട് എനിക്കൊരു ചെറിയൊരു അനുഭവം ഉണ്ടായിന്ന് എന്നോട് പറയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് സംഭവം? അയാൾ ഭയങ്കര ഫീൽ ചെയ്തിട്ട് എന്നോട് ഇങ്ങനെ പറയാണ്, ഇന്നലെ കഴിഞ്ഞ ദിവസം എനിക്കൊരു സംഭവം ഉണ്ടായി. ഒരു മക്കൾ ആ രക്ഷിതാവിന് ഒരു കാര്യങ്ങൾ ഇങ്ങനെ കാണിച്ചു കൊടുത്ത് കുറച്ച് ഫോട്ടോസുകളെല്ലാം കാണിച്ചു കൊടുത്ത്. ഈ ഫോട്ടോസുകളെല്ലാം കാണിച്ചു കൊടുത്തപ്പോൾ നല്ല എന്താ പറയുക, മര്യാദയോടുകൂടെയുള്ള നല്ല രീതിയിലുള്ള ഒരു ഡ്രസ്സെല്ലാം ധരിച്ച് നല്ല എന്താ പറയുക വിശ്വാസത്തോടു കൂടെയുള്ള. അപ്പോൾ അയാൾ പറയാണ്, ആ ഫോട്ടോ എൻ്റെ മക്കൾ അയച്ചു തന്നപ്പോൾ ആ വ്യക്തിയുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ പിടച്ചു നിന്നു. കാരണം ആ വ്യക്തി പറയുകയാണ്, എൻ്റെ മക്കൾ എനിക്ക് ആ ഫോട്ടോ അയച്ചു തന്നപ്പോൾ ഇതേപോലെയല്ല എൻ്റെ മക്കളെ ഞാൻ ആഗ്രഹിച്ചിരുന്നത്, പക്ഷേ എനിക്കത് സാധിച്ചിട്ടില്ലല്ലോ എന്നുള്ളത് അയാളുടെ ഹൃദയം വെമ്പി. പക്ഷെ അപ്പോൾ അയാൾ പറയണ, എനിക്ക് ഈ ഒരു കാര്യം മറ്റുള്ള ആളുകളുമായി ചർച്ച ചെയ്താലാണ് എൻ്റെ മനസ്സൊന്ന് ആ ഒരു നീറിൽ മാറുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് എന്നോട് പറയുന്നതാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് സംഭവം എന്ന് ചോദിച്ചു. അപ്പോൾ പറയണ, എനിക്ക് എൻ്റെ മക്കൾ ഇതേപോലൊക്കെ നടത്തുന്നതായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ ഒരിക്കലും അവർ അതിനൊന്നും താല്പര്യപ്പെടുന്നില്ല, അവരങ്ങനെയുള്ള ഒരു കൾച്ചറിനൊന്നും അവർ ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ ആ മക്കൾ തന്നെയാണ് പുറത്ത് എനിക്കിഷ്ടപ്പെട്ടിട്ടുള്ള രീതിയിലുള്ള ആ ഒരു രീതികൾ, ഫോട്ടോസുകളും മറ്റുള്ള കാര്യങ്ങളും എനിക്ക് കാണിച്ചു തരിക. അപ്പോൾ ഇയാൾ ഹൃദയം പൊട്ടിക്കൊണ്ട് തന്നെ ഇയാൾ പറയാണ്, ഞാൻ എൻ്റെ മക്കൾക്ക് മറുപടി കൊടുത്ത്. അപ്പോൾ മക്കൾ ഇങ്ങോട്ട് ചോദിക്കുകയാണ്, എങ്ങനെയുണ്ട് ഈ ഫോട്ടോസുകളും ഈ വീഡിയോസുകളൊക്കെ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ ഇയാൾ പറയാണ്, മക്കൾക്ക് മറുപടി കൊടുത്ത്, എനിക്ക് തീരെ ഇഷ്ടമായില്ല, ഇതെന്ത് ഫോട്ടോ ഇത്, എനിക്കൊരു താല്പര്യമായില്ല. ഇത് മറുപടി ഇയാൾ മക്കൾക്ക് കൊടുക്കുകയാണ്. തീർച്ചയായും മക്കളാകെ അപ്സെറ്റായി. എന്താണ് വാപ്പ ഇങ്ങനെ പറയുന്നത്? ഈ വാപ്പക്ക് അപ്പോൾ ഈ മക്കൾക്കറിയാം വാപ്പ എല്ലാം ഇഷ്ടപ്പെടുന്നത് ഇതേപോലെയുള്ള കാര്യങ്ങളാണെന്ന് ആ മക്കൾക്കറിയാം. അതുകൊണ്ടാണ് ആ മക്കള്
എന്തെന്ന് ആ വാപ്പാക്ക് ആ ഫോട്ടോ അയച്ചു കൊടുക്കുന്നത്. പക്ഷേ അപ്പോഴും വാപ്പാടെ മനസ്സ് മക്കളെ നേരെ തിരിഞ്ഞു. കാരണം എൻ്റെ മക്കൾ വിഷമിക്കാൻ പാടില്ല. ഒരു പക്ഷേ ഞാൻ ആ ഫോട്ടോ നല്ലതായി, അങ്ങനെയാണ്, നല്ല ഇമേജാണ്, എനിക്കിതാണ് ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മക്കളെ ഹൃദയം ചിലപ്പോൾ വിഷമിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് മക്കളോട് മറുപടി പറയാണ്, എനിക്ക് ആ ഫോട്ടോ ഒന്നും ഇഷ്ടമായിട്ടില്ല എന്നുള്ളത്. അപ്പോൾ മക്കൾ ചോദിക്കും, എന്താണിപ്പാ അതങ്ങനെ പറയാൻ കാരണം? അങ്ങനെ പറയാനുള്ള കാരണം എന്താണ്? ആ വാപ്പ ആ മക്കൾക്ക് നല്ലൊരു മറുപടി കൊടുത്ത്, മക്കളെ, എൻ്റെ ആഗ്രഹം മക്കൾക്കറിയാം. ചെറുപ്പം മുതലേ മക്കളെ വളർത്തി എൻ്റെ ആഗ്രഹം മക്കളെ ഏത് രീതിയിലെല്ലാം ആവണം എന്നുള്ളത് മക്കൾക്കറിയാം. പക്ഷേ മക്കളെ ഇഷ്ടത്തിനുള്ള നല്ലതായിട്ടുള്ള ആഗ്രഹങ്ങൾ നടത്തുന്നുണ്ട്. ഉപ്പാടെ ആഗ്രഹം വേറെ, മക്കളെ ഇഷ്ടത്തിനുള്ള ഒരു ആഗ്രഹം നടത്തുന്നത്. അപ്പം എനിക്ക് തോന്നി, എൻ്റെ ആഗ്രഹം ഈ ഒരു ആഗ്രഹം നല്ലതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കൾക്ക് ഫീലാവും. അപ്പോൾ എനിക്ക് ഈ ആഗ്രഹം ഇഷ്ടമല്ല എന്നുള്ളത്, പുറത്തു നിന്നുള്ളത് ആളുകളുടെ ആഗ്രഹം കണ്ടിട്ട് ഞാൻ ഇഷ്ടപ്പെട്ടിരുന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ആ പുറത്തുനിന്നുള്ള ആഗ്രഹങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടില്ല, അത് കുഴപ്പമില്ല, നല്ലതല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മക്കളുടെ മുന്നിൽ എനിക്ക് വിഷമമില്ലല്ലോ. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ആയതുകൊണ്ട് തന്നെ പല ഫാമിലികളിലും സംഭവിക്കുന്ന ഒരു കാര്യമാണ്, രക്ഷിതാക്കൾക്കുണ്ടാവുന്ന ആ നല്ലതായിട്ടുള്ള ആഗ്രഹങ്ങൾ സാധിക്കാതെ വരുമ്പോൾ, മക്കളെ കുറിച്ചിട്ടുള്ള ആഗ്രഹങ്ങൾ സാധിക്കാതെ വരുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ. അപ്പോൾ തീർച്ചയായിട്ടും അപ്പോൾ ഞാൻ എൻ്റെ ആ കൂട്ടുകാരനോട് ഞാൻ ഉപദേശിച്ചു കൊടുത്തു, മക്കളെ ആഗ്രഹങ്ങൾ നല്ലതായാലും മതി, അപ്പം നമ്മൾ ആ ആഗ്രഹങ്ങളൊന്ന് കൺവേർട്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. നമ്മളെ ആഗ്രഹങ്ങൾ മാറ്റി നിർത്തി ആ മക്കളെ ആഗ്രഹങ്ങൾ എന്താണോ അത് കൺവേർട്ട് ചെയ്യുക. പിന്നെ നമ്മൾ അവർക്ക് നല്ലൊരു പറഞ്ഞു കൊടുക്കുക. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യുക? അപ്പോൾ പുറത്തു നിന്ന് കാണുന്ന ആ കാര്യങ്ങളെ, അപ്പോൾ അയാൾ പറയുകയാണ് എന്നോട്, ആ പുറത്തു നിന്ന് കണ്ട ആ ഒരു കാര്യത്തെ ഇഷ്ടമില്ല എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. കാരണം അത് ഇതുപോലെ ആയി, പിന്നെ അതിനെക്കുറിച്ച് പറഞ്ഞ് തല്ലുകൂടിയിട്ട് കാര്യമില്ലല്ലോ. ഇതേപോലെയാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത്, എൻ്റെ മക്കൾ ഇതേപോലെ ആവണം, അങ്ങനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മക്കൾക്ക് ഒരു ഫീൽ വരും. അപ്പോൾ നമ്മളതിനെ മാറ്റി നിർത്തുന്നത് നല്ലതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ആ പുറത്തു നിന്ന് കണ്ടിട്ടുള്ള ആ ഒരു കാര്യത്തെ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറയാൻ ആ രക്ഷിതാവിനെ പ്രേരിപ്പിച്ചത്. അപ്പോൾ മക്കളുമായിട്ടുള്ള നല്ലമായിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് അവിടെ ഒന്നും കൂടി സ്ട്രോങ് ആവുകയാണ് ചെയ്തത്. ആ മക്കൾ സ്വാഭാവികമായിട്ട് ചിന്തിച്ചു, കണ്ടില്ലേ എൻ്റെ പിതാവ് എത്രമാത്രം നല്ലൊരു കാര്യമാണ് ചെയ്തത്. കാരണം വെച്ചാൽ മക്കളുടെ നല്ലതായിട്ടുള്ള ആഗ്രഹങ്ങൾക്ക് കൂട്ടു നിൽക്കുന്നത് കണ്ടില്ലേ. കൂടുതലും പ്രാധാന്യം പിതാവിൻ്റെ ആഗ്രഹത്തിനെക്കാട്ടി നല്ലത് മക്കളുടെ നല്ലതായിട്ടുള്ള ആഗ്രഹങ്ങൾക്ക് കൂട്ടു നിൽക്കുന്ന ആ ഒരു കുടുംബമാണ് വളരെ സന്തോഷത്തോടു കൂടി പോവുക എന്നുള്ളത് ഞാൻ ആ കൂട്ടുകാരന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത്. ഞാനിപ്പോൾ ആ കൂട്ടുകാരന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത പോലെ ഞാൻ എൻ്റെ ആ ഒരു കാര്യം ഇതിൽ കൂടെ നിങ്ങളോട് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഒരു അഭിപ്രായം? നിങ്ങളും അതിൻ്റെ ഒരു അഭിപ്രായം പറയണം. തീർച്ചയായിട്ടും നിങ്ങൾ പറഞ്ഞാൽ പിന്നെ അതേപോലെയുള്ള അനുഭവ കഥകൾ നമുക്ക് ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ പങ്കുവച്ച് നമ്മൾക്ക് മുന്നേറാം. ഓക്കെ, എല്ലാവർക്കും നന്ദി, നമസ്കാരം.